നമസ്കാരം. പുലർകാലം പരിപാടിയിലേക്ക് ജീവന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് വ്യാഴാഴ്ച പുലർകാലം ഒരു പുതിയൊരു ജാലകം പ്രേക്ഷകർക്ക് വേണ്ടി തുറന്നു വയ്ക്കുകയാണ്. വ്യാഴാഴ്ച ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ഒരു കളർ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. തേഴ്സ്ഡേസിന് ഏറ്റവും ലക്കി കളർ എന്ന് പറയുന്നത് യെല്ലോ കളറാണ്. യെസ്, എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു ജോബിന് വേണ്ടി പോകുന്നവരോ അല്ലെങ്കിൽ ഒരു കാര്യസിദ്ധിക്ക് വേണ്ടി പോകുന്നവരോ ഒരു യെല്ലോ കളർ യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ വലിയ തടസ്സങ്ങൾ കൂടാതെ ശരിയാകുമെന്നാണ് മാത്രമല്ല, വീട്ടിൽ തന്നെ ഒരു പക്ഷേ നമ്മൾ എന്നും കാപ്പി കുടിക്കുന്ന കപ്പ് മാറ്റിയിട്ട് ആ ഒരു ദിവസത്തേക്ക് യെല്ലോ ആക്കി കഴിഞ്ഞാൽ ഒരു പുതുമ കിട്ടും. കോഫി വിൽ ബി ദ സെയിം, ബട്ട് ദ കപ്പ് ആൻഡ് കളർ വിൽ സെർട്ടൻലി ഒന്ന് മാറി കിട്ടും. അപ്പോൾ ഈ കളറിന് ഉള്ള പ്രത്യേകത ഒരുപാട് നമുക്ക് നമ്മുടെ വീട്ടിലെ പുതുമകൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഒരു സോഫയുടെ ഷീറ്റ് വേണമെങ്കിൽ ഒന്ന് യെല്ലോ ആക്കാം, അല്ലെങ്കിൽ നല്ലൊരു പൂക്കൾ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് കാണുന്നതിൻ്റെ ഒരു വിരസത മാറുന്നത്. ഓരോ ദിവസത്തിന് ഓരോ കളറാണ് ബ്യൂട്ടിഫുൾ എങ്കിൽ അത് ലക്കി എങ്കിൽ അതനുസരിച്ച് നമ്മൾ മാറുകയാണെങ്കിൽ നമുക്ക് കാണുന്നതിൻ്റെ ആ വിരസത മാറി അല്പം ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും തോന്നും. ഇതെല്ലാം വീട്ടിൽ സ്ഥിരമായിട്ടിരിക്കുന്നവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. തിരക്കുള്ളവർ ഈ കളറും എല്ലാം ആസ്വദിച്ച് പുറത്ത് പോയി സക്സസ്ഫുള്ളായിട്ട് തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ജീവനോടൊപ്പം പുലർക്കാലത്തിനോടൊപ്പം ഈ കളറിൻ്റെ മാറ്റം കണ്ട് സക്സസ്ഫുള്ളായിട്ട് ഷെയർ ചെയ്ത് ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. സോ നമുക്ക് ഇനിയുള്ള അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. പുലർക്കാലത്തിൽ ഒന്നുകൂടി എല്ലാ പ്രേക്ഷകർക്കും ജനകോടി ഉള്ള പ്രേക്ഷകർക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം. പുലർക്കാലം. ഒരു ദിവസത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു നല്ല നോട്ടിൽ തുടങ്ങുക എന്നുള്ളത്, നല്ല ചിന്തകളോടുകൂടി ആത്മവിശ്വാസത്തോട് കോൺഫിഡൻസോടു കൂടി തുടങ്ങുക എന്നുള്ളത്, ഒരു നല്ല ചിന്ത വേണം എന്നുള്ളത് അത്യാവശ്യമാണ്. ഒരു നല്ല തോട്ട്. മലയാള സിനിമയിലൊരു പാട്ടുണ്ട്, ചിരിക്കാം ചിരിക്കാം ചിരിച്ചുകൊണ്ടേയിരിക്കാം ചിരിയുടെ അമിട്ടിൽ തിരികൊളുത്താം. അപ്പോൾ ഈ പാട്ട് പോലെ തന്നെ അന്വർത്ഥമാണ് ചില കാര്യങ്ങൾ. നമ്മൾ എന്തിനാണ് എല്ലാ കാര്യങ്ങളും വളരെ സീരിയസോടുകൂടി നമ്മളിങ്ങനെ എന്ത് കാര്യവും മുഖം വീർപ്പിച്ച് അച്ഛാ കാപ്പി എന്ന് വെച്ചാലും എല്ലാത്തിനും ഇങ്ങനെ ഒരു സീരിയസ്നെസ് ആവുമ്പോൾ സീരിയസ്നെസ് എവിടെ കാണിക്കണമോ അവിടെ നമ്മൾ മറന്നു പോകും. പകരം എന്ത് സീരിയസ് പ്രശ്നങ്ങൾക്കും ഒരു ചെറിയ സ്മൈലോടുകൂടി അല്ലെങ്കിൽ ഒരു ലാഫ്റ്ററോടുകൂടി അല്ലെങ്കിൽ ഒരു ഹ്യൂമറസ് വേയോടുകൂടി അതിനെ സമീപിച്ചാൽ വലിയ സഹ്യപർവ്വതം പോലും തടസ്സങ്ങൾ പോലും ഒരു പക്ഷേ വളരെ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റായിട്ട് മാറും. ചിരി കൊണ്ട് മാത്രമേ. അതെ, ഈ ചിരിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവർ നോക്കി കളിയാക്കി ചിരിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളെ തന്നെ കണ്ടൊന്ന് ചിരിക്കാൻ സാധിച്ചാൽ അത് വളരെ സീരിയസ് ആവേണ്ട എന്നാണ് ഉദ്ദേശിച്ചത്. നമ്മളിങ്ങനെ വളരെ സീരിയസ് ആയിട്ട് അയ്യോ ഞാൻ അങ്ങനെ എനിക്ക് ഇന്ന പ്രശ്നങ്ങൾ ഞാൻ ഇങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിക്കാതെ വളരെ ഒരു ലൈറ്റർ ഷെയ്ഡിൽ എനിക്ക് ഇത്ര തമാശ അടിച്ചാൽ പോലും പിശുക്ക് കാണിക്കുന്നത് ചിരിക്കാൻ കാണിക്കുന്നത് നമ്മൾ പ്രേക്ഷകർക്കും അതൊരു ചിരി മരുന്നാണ്. നിങ്ങളൊന്ന് ചുമ്മാ വെറുതെ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കരുത്. ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഒരു സ്മൈൽ ഒരാളെ നോക്കി നല്ലൊരു ചിരി ഇരിച്ചാൽ അത് നല്ലൊരു സൗഹൃദം. പല കുട്ടികൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ചിരിക്കാൻ അറിയാത്ത കുട്ടികൾ. ഡാൻസ് പഠിക്കാൻ വരുന്ന കുട്ടികളൊന്നും ചിരിക്കാൻ വളരെ പ്രയാസപ്പെട്ട് ചിരിക്കുന്ന കുട്ടികൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഇന്ന് ചിരിക്കാൻ പഠിപ്പിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിരിക്കുന്നു എന്നുള്ളത് വളരെ ദയനീയമാണ്. അതുകൊണ്ട് തന്നെ ചിരിക്കാൻ പഠിക്കുക. അത് നമ്മളെ തന്നെ നോക്കി ഒന്ന് ചിരിക്കാൻ പഠിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ല മെഡിസിൻ എന്ന് എനിക്ക് തോന്നുന്നു. സോ വിൽ സ്റ്റാർട്ട് ദ ഡേ വിത്ത് എ വെരി ബ്രൈറ്റ് laughter, the better medicine for your life. ടെലിവിഷനിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് ഈ കലാകാരൻ. അതിനപ്പുറത്തേക്ക് എനിക്ക് വളരെ മുൻപ് വരെ പരിചയമുള്ള എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് കൂടിയാണ് ശ്രീകാന്ത്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പുലർകാലത്തിലേക്ക്. നമസ്കാരം. സ്വാഗതം. നമ്മൾ വളരെ ഇൻഫോർമലായിട്ട് പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്, സംസാരിച്ചു. പക്ഷേ ഒരു വളരെ ഫോർമലായിട്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് അതൊരു വലിയ സന്തോഷമാണല്ലേ ശ്രീകാന്ത്? തീർച്ചയായിട്ടും അല്ലേ? ആദ്യമായിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു അല്ലേ. അതെ, കോളേജിൽ പഠിച്ചിരുന്ന കോളേജിൽ നമ്മൾ ഒരുമിച്ചായിരുന്നു. സ്കൂളിൽ ഞാനും രാജയും ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ ആ ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ നമ്മൾ ആ പഴയ ഒരു കാലത്തേക്ക് അല്ലേ വളരെ അന്യോന്യം നന്നായിട്ട് വളരെ കാലങ്ങൾക്ക് മുൻപ് തൊട്ട് അന്യോന്യം അറിയുന്ന ഒരു വളരെ കൊച്ചുനാൾ മുതൽ രണ്ടുപേരെ അറിയാം. എന്നെ അറിയാം. അതുകൊണ്ട് ശ്രീകാന്ത് ഒരുപാട് പ്രായമായി എന്ന് പറയണ്ട. ചെറുപ്പമാണ്. 32 അത്രയാണ്. ഞാൻ 23 വിചാരിച്ചു. 32. എന്നെ ഇവിടെ മോഡൽ സ്കൂളിൽ അടുത്ത് വെച്ചാണോ കണ്ടത്? അല്ല, ഞാൻ വളരെ സീനിയർ ആയിരുന്നു. അയ്യോടാ, 10 മാർക്ക്
അപ്പൊ ഇപ്പൊ എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കും രാജ ഫീഡിംഗ് ബോട്ടിലും കൊണ്ടാണോ സ്കൂളിൽ പോകുന്നത്? അതൊരു വലിയ സീക്രട്ടാണ്. രാജാട് ഇങ്ങനെ പ്രായമാവാതെ നടക്കുന്ന ഒരു വലിയ സീക്രട്ടാണ്. ഭയങ്കരം. എനിക്കും ഞാൻ ഇന്നുവരെ ഡൈ യൂസ് ചെയ്തിട്ടില്ല. സീരിയസ്ലി? സത്യം. അതെല്ലേ? കാശാക്കിട്ട് കള്ളം പറയാൻ പാടില്ല. ഇവിടെ മാത്രം. തലമുടിയിലില്ല, ഇവിടെ മാത്രം. അതല്ലാതെ ഞാൻ ഇവിടെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും. അപ്പൊ പലർക്കും നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ കാണുമ്പോഴേ അളിയാ നിനക്ക് മുടി നീ അത് ഡൈ യൂസ് ചെയ്യുന്നതാണ് എപ്പോ നോക്കിയാലും കറുത്ത് മളിയാട്ടെ വിശ്വസിക്കില്ലെന്നേ വിശ്വസിക്കുന്നില്ല. ഞാൻ അടുത്ത ഒരു സ്ഥലത്ത് നിന്നപ്പോ ഇത് പറഞ്ഞുകൊണ്ട് പറയണം, ഒരാൾ വന്നതിൻ്റെ അടുത്ത് ചോദിച്ചു എന്നെ ഓർമ്മയുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ആ ചെറുതായിട്ട് ഓർമ്മ വരുന്നുണ്ട്, എവിടെയോ കണ്ട പരിചയമുണ്ടല്ലോ, കല്യാണ മണ്ഡപത്തിൽ വെച്ച് വല്ല ആണോന്ന്. പുള്ളി പറഞ്ഞു അള്ള നമ്മൾ ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പതുക്കെ അടുത്ത് വിളിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ കോവിലിൻ്റെ വെളിയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു മേലാൽ ഈ പരിസരത്തിൽ എവിടെയും നിന്നെ കണ്ട എന്റെ സ്വഭാവം മാറും, അത് നമ്മൾ അന്ന് ശരിയാവില്ല. അഥവാ കണ്ടാലും സുഹൃത്താണ്, കൂടെ പഠിച്ചാണെന്ന് പറയാം. സങ്കടമായി പോയി. എന്റെ മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോക്കാണിത്. എപ്പോഴും പുള്ളിയെ കൊണ്ട് ഇങ്ങനെ പറയിച്ചുകൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ ശ്രീകാന്തിനെ കണ്ടപ്പോൾ അറിയാതെ അറിയുവാൻ ഇത് പുറകിലേക്ക് പോയി അല്ലേ? സാധാരണ പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് ഏറ്റവും വലിയൊരു വില്ലൻ, ലോകത്തെ എല്ലാ വില്ലത്തിനും കാണിക്കുന്ന ഒരു സാക്ഷാൽ വില്ലൻ. ആ വില്ലൻ ഇത്രയും പളുങ്ക് പോലെ ഒരു ഹൃദയമുള്ളവനാണെന്ന് ആർക്കും അറിയില്ല. എനിക്ക് ശ്രീകാന്തിനെ ഓർമ്മ വരുന്നത് ഞാൻ കൃപ തിയേറ്ററിൽ ഒരു സിനിമ കണ്ടു. ആ പടത്തിന്റെ പേര് ഒരു ഭയങ്കര വില്ലനായിരുന്നു. അതിനകത്ത് പറന്ന് വന്ന് നമ്മുടെ വയലാർ മാധവൻകുട്ടി സാറുടെ എന്തൊരു വേഷമാണ് അതിനകത്ത് ശ്രീ ചെയ്തത്. അതിനകത്ത് ഫീമെയിൽ ആയിട്ടായിരുന്നു, മറ്റേ ഹിജഡ ആയിട്ടായിരുന്നു. സാധാരണ ഇവിടെ ഹിജഡ എന്ന് പറയുമ്പോൾ ആൾക്കാർ ഈ ഡാൻസ് മാസ്റ്റേഴ്സിനെ കളിയാക്കുന്ന മനോഹരമായ റോളായിരുന്നു. ശരിക്കും ഹിജഡ അതല്ല. അവരുടെ കൂടെ നമ്മൾ ബോംബെയിലും അതുപോലെ രാജസ്ഥാനിലും ഒക്കെ പോയി, മാധവൻകുട്ടി സാറും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി അവരുടെ കൂടെ നിന്ന് അവരെ പഠിച്ചിട്ടാണ് ആ സാധനം ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് കാസ്റ്റിംഗിലോട്ട് വന്നത്? എങ്ങനെ ശ്രീകാന്ത്? അത് എനിക്ക് ഈ ഹിജഡ വില്ലൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് നാടകരംഗത്ത് എനിക്ക് ചെയ്യാനായിട്ട് ജയൻ തിരുമനയാണ് എൻ്റെ ഗുരു. ജയൻ തിരുമന നാടകത്തിലെ ഒരു വലിയൊരു സംവിധായകനും എഴുത്തുകാരനുമൊക്കെ. അപ്പം അദ്ദേഹം എന്നെ വെച്ചിട്ട് അങ്ങനെ ഒരു നാടകം ചെയ്യാൻ പ്ലാൻ ചെയ്തു. ഞാൻ നാടകം 2-3 വർഷം കളിച്ചിട്ടുണ്ട്, പ്രൊഫഷണൽ നാടകം. പക്ഷെ എന്തുകൊണ്ടോ അത് നടന്നില്ല. അപ്പോൾ എന്നെ സീരിയലിൽ ആദ്യം ഞാൻ അങ്കിൾ സാം എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറായിരുന്നു ചെയ്തത്. അത് ഹിറ്റായിരുന്നു ഫസ്റ്റ്. അത് കഴിഞ്ഞ് എന്നെ ഒരാൾ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞു, സാർ എനിക്ക് ഒരു ഹിജഡ വേഷം വില്ലൻ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അത് മാധവൻകുട്ടി സാറായിരുന്നു ഈ കാര്യം പറഞ്ഞു. അപ്പോൾ മാധവൻകുട്ടി സാറ് സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പോൾ മാധവൻകുട്ടി സാർ പറഞ്ഞു, അപ്പോൾ സാർ ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട് മുമ്പ്. അദ്ദേഹം ജേർണലിസ്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഈ ക്യാരക്ടർ. ഭയങ്കരമായ ഒരു ഭാഗ്യമാണല്ലേ ആ ഒരു വേഷം ചെയ്യാൻ. എല്ലാ ഭാഷയിലും ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു. 4 ഭാഷയിലായിരുന്നു. ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ആ പടത്തിൽ മലയാളത്തിൽ എനിക്ക് ഡബ് ചെയ്തിരിക്കുന്നത് ഭാഗ്യലക്ഷ്മിയാണ്, ഭാഗ്യച്ചിയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ഇളയരാജ സാബായിരുന്നു മ്യൂസിക്. ഇളയരാജ സാബ് തന്നെയാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ചെയ്തിരിക്കുന്നത്. സൂപ്പർ ഉഗ്ര സിനിമ. അതിന്റെ ഒരു പ്രിവ്യൂ ഒക്കെ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ വന്ന് കണ്ടു. ഞാനിങ്ങനെ സ്ത്രീ ആണ് അതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ലായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഇന്റർവെല്ലിന് ഞാൻ ആ തിയേറ്ററിന്റെ വെളിയിൽ ഇറങ്ങിയപ്പോൾ താങ്കൾ ആ സിനിമ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോപ്കോൺ ഒക്കെ വാങ്ങിച്ച് കഴിച്ചപ്പോഴത്തേക്ക് എല്ലാവരും ശ്രീയെ തന്നെ നോക്കുന്നു. കാരണം ശ്രീ ഒരു 6.5 feet ഹൈറ്റും നന്നായിട്ട് ചെയ്തിരുന്നു ശ്രീ അതിലല്ലേ. പക്ഷെ അത് നമ്മൾ വിചാരിച്ച പോലെ ഒരു റീച്ചിലോട്ട് വന്നില്ല. അത് പബ്ലിസിറ്റി ആയിരുന്നു. പബ്ലിസിറ്റി ഒരു പ്രശ്നമായിരുന്നു. പിന്നെ പുള്ളിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ, പ്രൊഡ്യൂസറിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സിനിമ എന്ന് പറഞ്ഞ ഒരു വലിയ തലയിലെഴുത്താണ് അല്ലേ. തീർച്ചയായിട്ടും അന്നൊക്കെ നമുക്ക് ആ ഒരു പടം ഇറങ്ങിയെങ്കിൽ ഇന്ന് നമ്മൾ നമ്മുടെ ഒരു റേഞ്ചേ മാറുമായിരുന്നു. സത്യം പറഞ്ഞാൽ തെലുങ്കിലും ഞാൻ വിചാരിച്ചു, പിന്നെ നിങ്ങളെ കാണാത്തപ്പോഴൊക്കെ വിചാരിച്ചു യു വുഡ് ഹാവ് ഗോൺ ഫോർ സം അതർ മൾട്ടി. ഇടയ്ക്ക് ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ശ്രീ. ഗ്യാപ്പ് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഈ സിനിമ ഇറങ്ങി ഞാൻ തെലുങ്കിൽ ഭയങ്കര ബിസിയാണെന്ന് പല ആൾക്കാരും പറഞ്ഞു വരുത്തി. അങ്ങനെ ഇവിടെ ആരും വിളിക്കാതായി. നല്ല സുന്ദരമായ പാര. അപ്പോൾ നമ്മുടെ പാരയ്ക്ക് ഒരു കുറവില്ലല്ലോ. ആ ശ്രീകാന്തിനെ നമുക്ക് ആ വേഷത്തിന് കാസ്റ്റ് ചെയ്യാം. ആര്? ശ്രീകാന്ത് ഏട്ടനെയോ? നമ്മുടെ ഗ്രേസ് ചേച്ചിയുടെ ശ്രീകാന്ത് ഏട്ടൻ. ആ ചേട്ടൻ ഇവിടെ ഇല്ല, കാസ്റ്റ് ചെയ്യാൻ വിഷയമല്ല. അസല് നടനല്ലേ, അങ്ങനെ പോലെ ഒരു നടനുണ്ടോ? പക്ഷേ പുള്ളി ഫുൾ ടൈം ഇപ്പൊ തെലുങ്ക് പടത്തിലാണ്. നമ്മള് ബുദ്ധിമുട്ടി പോകില്ല. എന്നെ വിസയും പാസ്പോർട്ടും ഇല്ലാതെ ദുബായിലാക്കി കുറെ വർഷം. ദുബായിലായിരുന്നു, എവിടെ ശാസ്ത്രമംഗലത്തില് താമസിക്കുന്ന സമയത്ത്. അതങ്ങനെയാണ്.
അങ്ങനെയാണ്. ഒരു കാലഘട്ടം നമ്മൾ അനുഭവിക്കേണ്ടതൊക്കെ ചിലത് അങ്ങനെ വന്ന് ഭവിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അല്ല, പക്ഷെ വേറൊരു കാര്യം എനിക്ക് എൻ്റെ ഒരു വലിയ ആഗ്രഹം നടനാവണമെന്നായിരുന്നു കൊച്ചിയിൽ. പക്ഷേ ആ സമയത്തൊക്കെ ഭയങ്കര ഗ്ലാമറൊക്കെ നോക്കി നടന്നൊരു സമയമാണ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ കാഷായ വേഷം കാണുമ്പോഴത്തേക്കും എല്ലാ സമയത്തും ഇദ്ദേഹത്തെ നമ്മൾ വില്ലനല്ല ആക്കേണ്ടത്, ഒരു നല്ലൊരു തേജസ്വിയായ ഒരു സ്വാമിയൊക്കെ ആക്കാൻ, അത്രയും ഒരു ഐശ്വര്യമുള്ളൊരു. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹിച്ചിരുന്ന സമയത്ത് നമുക്കൊന്നും ആവാൻ പറ്റിയില്ല. പക്ഷെ ആക്സിഡന്റ് ശരിക്കും പറഞ്ഞാൽ ശ്രീക്ക് ഈ കലാലോകത്തോട്ട് വരേണ്ട ഒരു നെസസിറ്റി ഉണ്ടായിട്ടില്ല. ശ്രീയുടെ ഒരു ലൈനെ വേറെ ആയിരുന്നു. ഇപ്പോഴും നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. അതിനെക്കുറിച്ചൊക്കെ എനിക്കൊന്ന് അറിയണം. തീർച്ചയായിട്ടും. അത് ഞാൻ തിരുവനന്തപുരത്ത് അസിസ്റ്റന്റ് രജിസ്ട്രാറാണ് ഇപ്പോൾ. അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ് അദ്ദേഹം. ഒന്ന് കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് ക്യൂ നിന്ന് ആൾക്കാരിങ്ങനെ തൊഴുതാലൊക്കെ കാണാൻ പറ്റുള്ളൂ. ലാൻഡ് അല്ല, അത് സബ് രജിസ്ട്രാറാണ്. ഇത് അസിസ്റ്റന്റ് രജിസ്ട്രാർ സഹകരണ ഡിപ്പാർട്ട്മെന്റ്. ഞാൻ അറിഞ്ഞാത്തതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഈ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവര് ഈ രജിസ്റ്ററിൽ ഒപ്പിടുന്നത് താങ്കളെപ്പോലുള്ള അല്ല, അത് സബ് രജിസ്ട്രാർ ഓഫീസർ. ഞങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല. നമുക്ക് സഹകരണ ബാങ്കുകളുടെ കൺട്രോളാണ്. അല്ല, ബാങ്ക് ലോൺസ്. ഞാൻ റിക്കവറിയിലായിരുന്നു ആദ്യം, ജപ്തി ചെയ്യുന്ന ഉദ്യോഗസ്ഥനായിരുന്നു, ആർബിട്രേറ്റർ ആയിരുന്നു. ഇപ്പോൾ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ആയിട്ട് തിരുവനന്തപുരത്ത് വന്നു. ഞങ്ങൾ ഈ സഹകരണ ബാങ്കുകളുടെ ഫുൾ കൺട്രോളാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. വലിയ താലൂക്ക് എന്നല്ല, സഹകരണത്തിനെ സംബന്ധിച്ചിടത്തോളം 950 സംഘമാണ് ലൈവായിട്ട് ഉള്ളത്. 950 ബാങ്കുകളുടെ കൺട്രോളാണ് നമുക്ക്. അവരുടെ ഇടയിൽ ഈ ഒരു ഉദ്യോഗത്തിൽ ഒരു വില്ലൻ വേഷം സ്ഥിരമായി ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരുടെ നെഞ്ചിടിക്കാറില്ലേ? വളരെ കോമഡിയുള്ള പല കാര്യങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ജപ്തിയിലായിരുന്ന സമയത്ത്, സ്പെഷ്യൽ ആർബിട്രേറ്റർ ആയിരുന്ന സമയത്ത് ഒരു വീട്ടിൽ ജപ്തിക്ക് പോവാണ്. അപ്പം ഞാനവിടെ ജപ്തിക്ക് വന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ എന്നെ ആർബിട്രേഷൻ സിറ്റിങ്ങിന് ഈ കക്ഷി കണ്ടിട്ടുണ്ട്. ഈ ഗോപാലിൽ നിന്ന് ഒരു ചുമ്മാ പേര് പറഞ്ഞാണ്, ഗോപാലനല്ല, ഗോപാലൻ എന്നെ സിറ്റിങ്ങിന് കണ്ടിട്ടുണ്ട്. അപ്പോൾ സിറ്റിങ്ങിന് അറിയാം ഇയാൾക്ക് എൻ്റെ ഒരു ഇതെന്താണെന്ന്. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഇയാളിങ്ങനെ വരണ്ടു നിൽക്കുക. പക്ഷെ ഇങ്ങനെ ഭാര്യ കണ്ടു, തള്ള നമ്മളെ സീരിയൽ നടയില്ലേ എടീ, നമ്മളെ വീട്ടിൽ കുട്ടിച്ചാത്തല്ലേ പൈരവൻ വന്നേക്കുന്നത്. ഇവരോട് നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടി. അണ്ണനാകെ വരണ്ടേക്കാണ്, സാറേ എൻ്റെ വീട് ജപ്തി ചെയ്തോണ്ട് പോലെ എന്ന് പറഞ്ഞ് അണ്ണൻ തൊഴുകയും അങ്ങേർക്ക് ഇവരൊന്നും പറയാനും വയ്യ. ഇവര് നാട് മുഴുവൻ നടന്ന ആൾക്കാരും കൂടി നമ്മളെ വീട്ടിൽ പൈരവൻ വന്നിരിക്കുന്നത്. ടിപ്സ് ഫോർ ദ ഓഡിയൻസ്. ഒരു സാധാരണഗതിയിൽ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കും സാധാരണ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അതിനൊരു പ്രതിവിധിയാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ആപ്പിൾ സിഡാർ വിനീഗർ 1 സ്പൂൺ, അത്രയും തന്നെ വെള്ളവും എടുത്ത് ചാലിച്ച് 15 മിനിറ്റ് നേരം സ്കാൽപ്പിൽ തേച്ച് കഴുകി കളയുകയാണെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതിയാവും, ഡാൻഡ്രഫ് മാറിക്കിട്ടും. ചീപ്പുകൾ ഉപയോഗിക്കുന്നതിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഡാൻഡ്രഫ്സ് പകരുന്നത്. മറ്റുള്ള ആളുടെ ചീപ്പ് നമ്മൾ എടുത്ത് കൊതുകയും ഒപ്പം അതേ ചീപ്പ് അവിടെ തിരിച്ചു വെച്ചിട്ട് വേറൊരാൾ വന്ന് എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടായ്മയുള്ള കുടുംബത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ സംഭവിക്കാം എല്ലാവർക്കും കൂടെ ഒരു ചീപ്പ്. പക്ഷേ ഇറ്റ് കോസ്റ്റ് യു ഓൺലി ജസ്റ്റ് 10 or 15 rupees ടു ബൈ 1 സിമ്പിൾ കോംബ്. ഒരു ചെറിയൊരു ചീപ്പ് മേടിച്ച് നിങ്ങൾക്ക് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ, അല്ലേ, ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ചെറിയൊരു ഇൻഫെക്ഷനാണ്. അത് വളരെ സങ്കീർണമായി കഴിഞ്ഞാൽ സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് സ്കിൻ ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അസുഖം കൂടിയാണ് ഡാൻഡ്രഫ്. ഒരിക്കൽ കൂടി പറയാം, 1 സ്പൂൺ ആപ്പിൾ സിഡാർ വിനീഗർ, അത്രയും തന്നെ വെള്ളവും ചാലിച്ച് തലയോട്ടിയിൽ തേച്ച് മസാജ് ചെയ്ത് 15 മിനിറ്റ്സ് മസാജ് ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ മതി, ഡാൻഡ്രഫ് മാറിക്കിട്ടും. ഡാൻഡ്രഫ് ഒരു ഫ്രീ ലൈഫ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. എനിക്കൊരു വലിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ LIC നമ്മുടെ ഇൻഷുറൻസ് നമ്മുടെ പട്ടത്ത് നിൽക്കുകയാണ്. അപ്പോൾ സാധാരണ സ്ത്രീകളൊന്നും നമ്മളെ കണ്ടാൽ മൈൻഡ് ചെയ്യത്തില്ല. കാരണം നമ്മുടെ ഈ ഒരു മുട്ട രൂപം അന്ന് മുട്ട അടിച്ചിങ്ങനെ നടക്കാം. നല്ലൊരു ചെറുപ്പക്കാരി, ഒരു 10-32 വയസ്സുള്ള ചെറുപ്പക്കാരി വന്നു, സാറേ ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ. സെൽഫി അവിടെ തുടങ്ങി. ആയിക്കോട്ടെ, ഭയങ്കര സന്തോഷമായി. ഒരെണ്ണം എടുത്തു. സാർ ഒന്നുകൂടെ എടുത്തോട്ടെ. എടുത്തു. മനസ്സിൽ ഭയങ്കരമായിട്ട് പടക്കോ എന്ന് ലഡു പൊട്ടി. സാറേ ഒന്നുകൂടെ എടുത്തോട്ടെ സാറേ. സൈഡ് വ്യൂ ഒന്ന്. ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല, ഭർത്താവൊന്നുമില്ല. ക്ലൈമാക്സിലോട്ട് വരുന്നേ ഉള്ളൂ. എടുത്തു.
സാറേ ഒന്നും തോന്നരുതേ സാറേ. ഞാൻ പറഞ്ഞു ഒന്നും തോന്നുന്നു, കൊച്ചിന് ചോറ് കൊടുക്കാനാണ്. ഭൈരവന്റെ മുഖം കാണിച്ചു, കൊച്ചിന് ചോറ് കൊടുക്കാൻ. 3 പേടിപ്പിച്ചു. പണ്ട് ഭൂതത്തിന് ഒരു രൂപം, ഭൂതം എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് മനസ്സിലാവൂല, പകരം ഇത് കാണിച്ചു കൊടുക്കും, വിളിക്കും. നീ ചാപ്പടയാ എല്ലാം ഭൈരവ പിടിച്ചു കൊടുക്കട്ടുമോ. അല്ല, ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, ഈ വില്ലൻ വേഷം സ്ത്രീകൾ ചെയ്യുന്നവരെ റോഡിൽ ഒരു സ്ത്രീ തല്ലി ഓടിച്ചിട്ടു, അങ്ങനെ ഉപദ്രവിച്ചു എന്നൊക്കെ. പക്ഷെ അതിലൊരു അതിശയോക്തിയില്ല. എൻ്റെ അടുത്തൊക്കെ ഇതുപോലെ ഞാൻ ആ ഭുവനയുടെ വേഷം ചെയ്യുമ്പോഴത്തേക്ക് എന്നെ ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല, പക്ഷെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് എനിക്ക് തോന്നി അങ്ങനത്തെ നെഗറ്റീവ് റോൾസ് ഇനി ചെയ്യണ്ട, കാരണം നമ്മളങ്ങനെ സ്റ്റാമ്പ് ചെയ്യണോ. താര പല പ്രാവശ്യം അടുത്ത് പറഞ്ഞു ഇനി ഞാൻ നെഗറ്റീവ് വേഷം ചെയ്യും. അതിനുശേഷം ഞാൻ ഒരു വേഷം കണ്ടേ ചെയ്തിട്ടുള്ളൂ. അല്ല, പക്ഷെ ആ ഒരു വേഷത്തിന് ഉള്ള ഒരു പകിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എനിക്ക് മനസ്സിൽ തോന്നുന്നത് ഒരു നെഗറ്റീവ് റോള് ജനങ്ങളിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ക്യാരക്ടറിൻ്റെ സക്സസ് ആണത്. വെൻ യു ഡു എ നെഗറ്റീവ് റോൾ, ഞാനൊരു പ്രേക്ഷകനാണെങ്കിൽ എനിക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ യുവർ ക്യാരക്ടർ ഈസ് അബ്സല്യൂട്ട്ലി എ സക്സസ്. അല്ല, ഞാൻ അതിനൊരു കോമഡി ക്യാരക്ടറായിട്ട് മാറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ ആ റോളിൻ്റെ പ്രസക്തിയെ പോയി. സോ നിങ്ങളൊരു വില്ലനാണ്, നിങ്ങൾ പേടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ മൊബൈലിൽ ആ സ്ത്രീ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ, ആ കഥാപാത്രം നിങ്ങൾ മായാവി മറ്റേ ഇതൊക്കെ പോലെ എന്താ പറയുന്ന ലുട്ടാപ്പി അങ്ങനെ ക്യാരക്ടേഴ്സ്, അതൊക്കെ കോമഡി ഒന്നും അല്ല, ഇറ്റ്സ് ഓൾ റിയൽ ലൈഫ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ കമ്പയർ ചെയ്തവർ. ഇന്നലെ ഉണ്ടായ ഒരു ചെറിയ അനുഭവമാണ്. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാം, അവിടെ ഒരു അമ്മച്ചി, നമ്മൾ തിരുവനന്തപുരമാണേ, അതുകൊണ്ട് ചില പ്രേക്ഷകർ തെറ്റുവരിക്കില്ല, തിരുവനന്തപുരം ഭാഷ വരും ഈ അമ്മച്ചിമാർക്ക്. അവരെ പറയും അമ്മച്ചി ഇങ്ങനെ വരിക. അമ്മച്ചി എന്നോട് ചോദിച്ചു എന്തായാലും വീട്ടിലെ ഇപ്പം സീരിയലുകളൊന്നും ഇല്ലേ? ഞാൻ പറഞ്ഞില്ല. അമ്മോ ഇല്ലാതിരിക്കട്ട് സമാനാറ്റി കിടന്ന് ഉറങ്ങാല്ലേ. അല്ല, ഒരു കോംപ്ലിമെന്റ് കേട്ട് നമ്മൾ ഞെട്ടിപ്പോകുന്നത് എങ്ങനെയാണ്? കണ്ടിട്ട് കുറെ കാലം വളരെ സന്തോഷത്തോടുകൂടി ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തില്ല. കഴിഞ്ഞ ദിവസം എന്നോട് ഇങ്ങനെ ഒരാൾ പറഞ്ഞു പണ്ടത്തെ പോലെ ഒന്നല്ല, ഇപ്പൊ താരം നന്നായിട്ട് അഭിനയിക്കണേ. ഞാൻ ചോദിച്ചാ പണ്ടൊക്കെ വില്ലൻ വേഷമായിരുന്നു, ഇപ്പൊ താരം നല്ല സ്ത്രീ ആയിട്ടാ. അവ ഞാൻ വെച്ചാൽ ആൾക്കാരുടെ മനസ്സിൽ ഓരോ കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ ഇതാ. ഞാൻ ചോദിച്ചു വന്നതേ, ഈ നാടകം ചെയ്തിരുന്നു എന്ന് പറഞ്ഞു, നാടകത്തിലേക്കുള്ളൊരു വരവ് എങ്ങനെയായിരുന്നു? ശ്രീകാന്ത് പഠിച്ച് ഒരു ഇങ്ങനെ ഉദ്യോഗസ്ഥനായിരുന്നു, പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ നാടകത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തുവായിരുന്നു? അല്ല, പ്രൊഫഷണൽ ആദ്യം നാടകമായിരുന്നു. അല്ല, പ്രൊഫഷണൽ നാടകത്തിലേക്ക് വരാനുള്ള കാരണം ഈ ചെറിയ അമേച്ചർ നാടകങ്ങളൊക്കെ ഞാൻ അഭിനയിക്കായിരുന്നു. ഈ അഭിനയ മോഹം കൊണ്ട് സിനിമയിലോ അഭിനയിക്കാൻ പറ്റിയില്ല, നാടകത്തിലെങ്കിലും ആവട്ടെ ഉള്ള ഒരു അഭിനയം. അങ്ങനെ സീരിയലിൽ അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഒരു ഡയറക്ടർ അടുത്ത് ഞാൻ പോയി. അപ്പം അദ്ദേഹം പറഞ്ഞു ഇതിനകത്തൊരു ജോലിക്കാരൻ്റെ വേഷമുണ്ട്, അത് തരാം. അങ്ങനെ ജോലിക്കാരൻ്റെ വേഷം ചെയ്തു ഒരു സീരിയൽ ഒന്നും ഞാൻ പറയുന്നില്ല, ഡയറക്ടറുടെ പേരും പറയില്ല. അത് കഴിഞ്ഞ് വീണ്ടും ആഗ്രഹം മൂത്ത് വേറെ ഡയറക്ടർ എടുത്ത് പോയി. അപ്പം അദ്ദേഹം പറഞ്ഞു ഇയാൾക്കൊരു ടൈപ്പിസ്റ്റിൻ്റെ വേഷം തരാം, ഈ 6 അടി 4 ഇഞ്ച് പൊക്കമുള്ള ടൈപ്പ് അടിച്ചോണ്ടിരുന്ന ടൈപ്പ്റൈറ്റിംഗ് മെഷീൻ ഒരുമാതിരി മൊബൈൽ പോലെ കയ്യിലായി പോകും, ഇത്രേ ഉള്ളൂ. അപ്പോൾ ചെയ്തു ഭയങ്കര വേഷമാണെന്ന് പറഞ്ഞാണ് വിളിച്ചത്. അപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് അടിച്ചു. ടൈപ്പിസ്റ്റായിട്ട് വേറെ എത്രയോ ആൾക്കാരെ എഴുതും, എവിടെയെങ്കിലും ടൈപ്പിസ്റ്റായിട്ട് 6 അടി 4 ഇഞ്ച് പൊക്കമുള്ള ഒരുത്തരെ എഴുതി കണ്ടിട്ടുണ്ടോ? നമ്മൾ ചെയ്തു. അതോടുകൂടി എൻ്റെ മോഹം ഞാൻ അവസാനിപ്പിച്ചു. ചെറിയ അമച്ചർ നാടകങ്ങളിലൊക്കെ അമേച്ചർ നാടകത്തിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് നല്ല വേഷം, നമ്മുടെ രൂപത്തിനൊക്കെ വെച്ചിട്ട് ഒരു വേഷമൊക്കെ തരും. നായകനല്ല, ഒരു വില്ലൻ. അന്നും ഈ പറഞ്ഞ തൊട്ട് എന്തെങ്കിലുമൊക്കെ ഗഡുപിടി വേഷങ്ങളൊക്കെ ആയിരിക്കും. ഭയങ്കരമായിട്ട് അപ്പൊ അങ്ങനെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ തന്നെ കർട്ടൻ താഴ്ത്തിയും പൊക്കിയൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. കാരണം പൊക്കമുള്ള രാജയുണ്ട്, അവരെ രാജയ്ക്ക് പൊക്കമുണ്ട്, രാജ ഫ്രണ്ട് വരും, ഞാൻ തന്നെ വന്ന് കർട്ടൻ പൊക്കി എടുത്ത് വെച്ച് കെട്ടി നമസ്കാരം നാടകം ആരംഭിക്കും. എല്ലാം കഴിഞ്ഞ ശേഷം മറ്റേ സാറ് കർട്ടൻ താത്തിട്ടിട്ട് പോടാ, തന്നെ കർട്ടൻ കഴിച്ച്. ആരാണ് കർട്ടൻ താത്തിട്ടിട്ട് പോടാന്ന് പറഞ്ഞ സാറിന്റെ പേര് ഞാൻ പറയട്ടെ, സേട്ട് സാർ. അത്ര ഓർത്തിരിക്കുന്നത് കറക്റ്റാണ്. നമുക്കൊക്കെ വെറും ഒരു എന്താ പറയുന്നത്, നമ്മള് ഡെസ്കിലുള്ള കാര്യം പറഞ്ഞുണ്ടല്ലോ 4 എപ്പിസോഡ് എടുക്കേണ്ടി വരും നാടകത്തിലേക്കുള്ള വരവ്. അങ്ങനെ ആറ്റിങ്ങൽ ജയചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഈ നാടകം, അദ്ദേഹം പ്രൊഫഷണൽ നാടകത്തിൻ്റെ. അപ്പം അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ അദ്ദേഹം പ്രൊഫഷണലാണ്. ആറ്റിങ്ങൽ പത്മശ്രീ എന്ന് പറഞ്ഞൊരു നാടക സമിതി ഉണ്ടായിരുന്നു.
അപ്പോൾ അതിനകത്തൊരു ബ്രിഗേഡിയറുടെ വേഷം ആണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ശില്പിയുടെ വേഷം, ദാരുശില്പം എന്നായിരുന്നു നാടകത്തിൻ്റെ പേര്. അതിനകത്തൊരു ശില്പിയുടെ വേഷം വേറെ ഒരു കോമഡി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം കോമഡിയിൽ നിന്ന് മാറിപ്പോകുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതം വഴിയാധാരമാകുന്നു. അതുകൊണ്ട് ഈ വേഷം നീ ചെയ്യരുതെന്ന് ആരോ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹം ഒരു പകുതി വെച്ച് ഈ നാടകം ഇട്ടു പോവാണ്. അപ്പോൾ ആ സമയത്ത് ഈ ദാരുശില്പത്തിൽ ശില്പിയുടെ വേറെ ഭയങ്കര ഹെവി വേഷമാണ്. അത് ഈ ആറ്റിങ്ങൽ ജയചന്ദ്രൻ എന്ന് പറഞ്ഞ അദ്ദേഹം ചെയ്തിരുന്ന ബ്രിഗേഡിയർ ഞാൻ ചെയ്തു. അത് ഒരു 10-25 നാടകം അത്രയേ ഉള്ളൂ. അവസാനം ഒരു നാടകം സീസൺ. അങ്ങനെയാണ് ഞാൻ പ്രൊഫഷണൽ നാടകത്തിലേക്ക് വരുന്നത്. പിന്നെ ഒരുപാട് 3-4 വർഷം നമ്മൾ ഈ നാടകത്തിലൊക്കെ ഡയലോഗ്സ് സിനിമയിലൊക്കെ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ പ്രസന്റ് ചെയ്യുന്നത്? അങ്ങനെ പ്രസന്റ് ചെയ്താലേ നാടക ഡയലോഗ് ജനം എടുക്കുള്ളൂ. നാടകം കാണാൻ വരുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. അവർക്ക് പാവനമായിരുന്ന ഈ മണ്ണിൽ കുറെ വിഷവിത്തുക്കൾക്ക് ജന്മം നൽകേണ്ടി വന്നത് ഒരുപക്ഷെ ഭൂമിപ്പെണ്ണിന്റെ മുജ്ജന്മ കർമ്മഫലമായിരിക്കാം. പാപക്കറ പുരണ്ട കൈകളാൽ മക്കളുണ്ടാക്കിയ തീരാദുഃഖത്തിന്റെ നഖക്ഷതങ്ങൾ അമ്മയുടെ മാറിൽ നിന്ന് പറിച്ചെറിയുവാൻ അസുര ഗണങ്ങൾക്ക് ജന്മം കൊടുക്കേണ്ടി വന്നതിൽ പരിതപിക്കുന്ന അമ്മയുടെ വരണ്ടുണങ്ങിയ കെടുനീർച്ചാലുകൾ കഴുകിക്കളയാൻ പുതിയൊരു ശുദ്ധി വരുത്തി എൻ്റെ അമ്മയെ നിർമ്മലയാക്കാൻ നിന്നെപ്പോലുള്ള ബാസ്റ്റഡ്സിന് എനിക്ക് കൊന്നേ മതിയാവൂ. അത് ഞാൻ ക്ഷയം ജയദേവൻ. അല്ല, ഇതൊക്കെ നാടകത്തില് താരാ, ഇത് എത്രയെങ്കിലും ദിവസം ഈ ഡയലോഗ് പഠിച്ചതൊക്കെ നമുക്കല്ലേ അറിയാവുള്ളൂ. ഇതൊക്കെ മറക്കാൻ പറ്റുമോ? നേരത്തെ ഇതേപോലെ ഡയലോഗ് എനിക്ക് കാണാതെ പഠിക്കാൻ തന്നിട്ട് ഞാൻ സ്റ്റേജിൽ കയറിയപ്പോൾ ഫ്രണ്ടില് എൻ്റെ ഡയലോഗ് മൊത്തം വേറൊരാൾ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. മഹാരാജാവ് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല, അങ്ങക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം, നന്ദി, നമസ്കാരം. എൻ്റെ വീട്ടുകാർ മൊത്തം വന്നിട്ടുണ്ടോ നാടകം കാണാൻ വേണ്ടി. റൂൾസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രാഫിക് റൂൾസ് പാലിക്കുക എന്നുള്ളത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളിനെ കുറിച്ചായിരിക്കും നമ്മളിന്ന് പറയാൻ പോകുന്നത്. എന്താണ് ആ റൂള്? അത് പുരുഷനും സ്ത്രീകൾക്കും സഞ്ചരിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം കൈകടത്താതിരിക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് റിസർവ് ചെയ്ത സീറ്റ്സ് ഉണ്ടാവും. സ്ത്രീകൾക്ക് മാത്രമേ റിസർവേഷൻ ഉള്ളൂ. ബിക്കോസ് സ്ത്രീകൾ ബസ്സിൽ വളരെ കുറവായിട്ടാണ് യാത്ര ചെയ്യുന്നത്, പുരുഷന്മാർ ഒരുപാട് പേര്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്കൊരു പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സീറ്റ് കിട്ടിയില്ല എന്ന് വരണ്ട എന്ന് വെച്ച് ഗവൺമെൻറ് ഹാസ് ഗിവൺ സ്പെഷ്യൽ റിസർവ്ഡ് സീറ്റ്സ് ഫോർ ലേഡീസ്. ആ സീറ്റിൽ ഒരു പുരുഷൻ കയറി ഇരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. സ്ത്രീകൾക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന സീറ്റുകൾ അവർക്ക് തന്നെ കൊടുക്കേണ്ടത്. റിസർവ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റ്സിൽ പുരുഷന്മാർ കയറി യാത്ര ചെയ്യാൻ പാടില്ല. അത് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അങ്ങനെ വയലേഷൻ ഓഫ് റൂൾ വന്നാൽ അതിന് ഫൈൻ എത്ര രൂപയാണ്? 100 rupees. 100 രൂപയാണ് ഫൈൻ. നേരത്തെ പറഞ്ഞ പോലെ 100 rupees വയലേഷൻ ആണല്ലോ എന്ന് കരുതി സ്ത്രീകൾ സഞ്ചരിക്കുന്ന സീറ്റിൽ കയറി ഇരിക്കണം എന്നുള്ളതല്ല അതിൻ്റെ വയലേഷൻ. സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെ ചിലപ്പോൾ ഒരു പക്ഷേ സുഹൃത്തിൻ്റെ അമ്മയായിരിക്കാം, നമ്മുടെ സഹോദരി ആയിരിക്കാം, ഇല്ലെങ്കിൽ നമ്മളെ തന്നെ ഒരു പക്ഷെ നമ്മൾ ട്രാവൽ ചെയ്യാത്ത ബസ്സിൽ നമ്മൾ ട്രാവൽ ചെയ്യാത്ത സമയത്ത് ആ ബസ്സിലെ ഒരു വയസ്സായ അമ്മയോ ഭാര്യയോ മകളോ ആയിരിക്കാം. അവർക്ക് ഒരു സീറ്റ് റിസർവ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അത് വയലേറ്റ് ചെയ്യുന്നത് ശിക്ഷാർഹമാണ്. സോ ഗീവ് റെസ്പെക്ട് ആൻഡ് ഗീവ് സീറ്റ് ഫോർ ലേഡീസ് ഫസ്റ്റ്. അല്ലേ? അവർക്ക് വയലേഷൻ 100 രൂപ നിങ്ങൾക്ക് പിഴയായിട്ട് അടയ്ക്കേണ്ടി വരും. പാട്ട് കേട്ടാലോ? ആദ്യം ഒരു ഗണപതി ഒരു സ്തുതി പാടിയിട്ട് പിന്നെ നമുക്ക് ഡയലോഗിലേക്ക് പോവാം. ഗണപതി ദൈവമേ, പാട്ടുകാരനല്ലേ, സഹിച്ചോളണേ. विघ्नविनाशक गणनाथ गजानना हे गजवदना. विघ्नविनाशक गणनाथ गजानना हे गजवदना. गणनाथ गणनाथ प्रणव स्वरूप गणनाथ. गणनाथ
ഗണനാഥ പ്രണവസ്വരൂപ ഗണനാഥ പ്രതിപുരീശ്വര ഗണനാഥ ഗജാനന ഗജവദന ഗജാനന ഗജവദന. സത്യമായിട്ട് ശ്രീത്ര നന്നായിട്ട് പാടുന്ന ഇപ്പോഴും അറിയുന്നു. എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇവന്റെ സംസാരമൊക്കെ തിരുവനന്തപുരം ഭാഷയും ഒരു ഗണപതി പാടാൻ പറഞ്ഞു വിഘ്നവിനാശകതയും പാടുള്ളത് തന്നെ പറഞ്ഞ് കളിയാക്കി. ഓർമ്മയുണ്ടോ? സീരിയസ്ലി വളരെ നന്നായി പാടി ശ്രീ. ഭയങ്കര ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം, നമ്മൾ എവിടെ പോയിരുന്നാലും ഇനി നമ്മൾ 2 മോഡൽ സ്കൂൾ പ്രോഡക്റ്റ് ആണ് ഇതൊക്കെ. താര കല്യാണം കഴിഞ്ഞ് വന്ന് നമ്മൾ പരിചയപ്പെട്ടു. പക്ഷെ നമുക്ക് ഒരു ഭാവിയുണ്ട്. എനിക്കൊരു ഒരു ഗഞ്ചറ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചു തന്നാൽ ഒരു വാക്ക് പറഞ്ഞതെങ്കിൽ ഞാൻ കൊണ്ടുവന്നാൽ അടിച്ച് തകർത്ത് നമ്മളൊരു ഭജന നടന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. സൂപ്പറായിരുന്നു ശ്രീ. വെറുതെ വാക്കിന് വേണ്ടി പറയുന്നതല്ല, ഗംഭീരമായിട്ട് പാടി. ഒരു 10 സെക്കൻഡിനകത്ത് ദൈവിക ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. കണ്ടോ, ജനങ്ങൾ തിരിച്ചറിയേണ്ടത് ഇതാണ്. വലിയൊരു വില്ലനായിട്ട് നിങ്ങൾ ചിത്രീകരിച്ച ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് ഇതാ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് നിൽക്കുന്നത്. വളരെ നല്ലൊരു ഈ പാടിയ പാട്ടില് ഒരു ഒരു മാർക്കറ്റിംഗ് വാല്യൂം കൂടെ ഉണ്ട്. ആ പാടിയത് പാടി കഴിഞ്ഞാൽ പോലും പുണ്യം കിട്ടും. സത്യം. പക്ഷെ അസലൊരു ഭക്തി നിർഭരമായ ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഭജൻ പാടുന്നതിന്റെ എല്ലാ ചൈതന്യത്തോടു കൂടി പാടും. സത്യം. എന്റെ ഒരു ഭയങ്കര വീക്ക്നെസ് ആണ്. ഞങ്ങൾ ഈ പറയുന്ന പോലെ ഞാനും താരയും എവിടെയെങ്കിലും ഒരു ഭജന ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കേട്ട് നിൽക്കും. ഞാൻ എപ്പോഴും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലും എനിക്ക് അവിടുത്തെ ഭജൻസ് കേൾക്കണം. Why don't you just perform like that? എനിക്ക് അവിടെയൊക്കെ വലിയ വലിയ ഗായകരൊന്നും ഈ ഒരു പ്രോഗ്രാമിലൂടെ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ there is a space for you. There is a space. പത്മനാഭന്റെ ഭജൻസ് പാടിയിട്ട് ഞാൻ ഒരിക്കൽ ഇതുപോലെ നമ്മുടെ കുടുംബവിശേഷത്തിൽ ഒരു ചാനലിൽ വന്നപ്പോൾ ഞാനും എൻ്റെ വൈഫും വന്നപ്പോൾ പത്മനാഭന്റെ പാട്ട് പാടി ഒരുപാട് പേരെ രണ്ടുപേരും പാടിക്കാൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് വലിയൊരു സ്പേസ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് കേട്ടോ. ഗംഭീരമായിട്ട് പാടി, നന്നായിരുന്നു. ഹരി ഓം ഹരി ഓം ഹരി ഓം നാരായണ ഹരി ഓം ഹരി ഓം ഹരി ഓം നാരായണ ഹരി ഓം ഹരി ഓം ഹരി ഓം നാരായണ ശാന്താകാര ഭുജഗശയന പത്മനാഭ നാരായണ ശാന്താകാര ഭുജഗശയന പത്മനാഭ നാരായണ ലക്ഷ്മീ രമണ കമലനയന പത്മനാഭ നാരായണ ഹരി ഓം ഹരി ഓം ഹരി ഓം നാരായണ. എനിക്ക് തോന്നുന്നു ഇത്തരം ചാനലുകളുടെ പ്രസക്തി ഇവിടെയാണെന്ന് തോന്നുന്നു. നിങ്ങൾ സാധാരണ കാണുന്ന കഥാപാത്രങ്ങളിലൂടെ മാത്രമാണ് വ്യക്തികളെ പലപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നത്. പക്ഷേ യഥാർത്ഥ വ്യക്തി, ആ കലാകാരൻ എന്താണെന്നുള്ള യഥാർത്ഥമായിട്ടുള്ളൊരു രൂപം ഇതുപോലത്തെ ചാനലിലൂടെ ഇൻ്റർവ്യൂയിലൂടെയാണെന്ന് തോന്നുന്നു. വളരെ നന്നായി പാടി ശ്രീകാന്ത്, ഗംഭീരമായിട്ട് പാടി. സത്യം. ശരിക്കും നമ്മളിപ്പോൾ വേറൊരു പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും പാടാറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അവിടെ ചില വീട്ടുവിശേഷങ്ങളൊക്കെ ചോദിക്കും, വീട്ടുകാര്യങ്ങൾ ചോദിക്കും, അങ്ങനെയൊക്കെ പറയുന്നു, വീട്ടുകാര്യങ്ങൾ പറയുന്നു, ഭാര്യയുടെ കാര്യം പറയുന്നു, സിനിമയിൽ എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നു, ആദ്യ വേഷം ഏതാണെന്ന് ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു ആസ് യൂഷ്വൽ നമ്മൾ പോകുന്നു. ഇവിടെ വന്നപ്പോൾ താരയും രാജ എന്നോട് പാടാൻ പറഞ്ഞു, ഞാൻ പാടി. അങ്ങനെയാണ് ഇതൊക്കെ വന്നത്. വെരി ഗുഡ്. ഞങ്ങൾക്ക് അതിനൊരു കാരണമാകാൻ സാധിച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഇനി പ്രേക്ഷകർ അറിഞ്ഞൂടാത്ത വേറൊരു മേഖലയുണ്ട്. ശ്രീകാന്ത് നല്ലൊരു വില്ലടിച്ചൻ പാട്ടുകാരനാണ് അല്ലേ? പണ്ട് സെറ്റിലൊക്കെ ഇങ്ങനെ ഒരുപാട് ഈ വില്ലടിച്ചാൻ പാട്ടെന്ന് പറയുമ്പോഴേ വില്ലടിച്ചാൻ പാട്ടിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ തോറ്റം പാട്ടില്ലേ, ഈ അമ്പലങ്ങളിലൊക്കെ പാടുന്ന നമ്മുടെ ഈ അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന തമിഴ്നാട്ടിൽ ഏത് അമ്മൻ കോവില് അങ്ങനെയുള്ളിടത്തൊക്കെ ഈ
ആ പാട്ടിന്റെ ഇടയ്ക്കിടയ്ക്ക് അയാൾ ചോദിക്കും എന്താ അമ്മനിക്ക് അതെ. എന്നത് അതെ അതെ അത് അങ്ങനെയുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഇത് വളരെ ഹിറ്റ്. നമ്മുടെ ഈ തമിഴ്നാട് കുറെ ഭാഗം നമുക്കുണ്ടല്ലോ, ഈ തിരുവട്ടാറൊക്കെ, തിരുവട്ടാർ ആ സൈഡൊക്കെ, തമിഴ് സൈഡ് എല്ലാം അങ്ങോട്ടുള്ള. അപ്പൊ എന്തുകൊണ്ടോ ഇത് മലയാളത്തിൽ വില്ലടിച്ചാമ്പാട്ട് ഉണ്ടാക്കണമെന്ന് ഒരാൾ തീരുമാനിച്ചു. അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരാളായിരുന്നു, തിരുവട്ടാർ ബാലംപിള്ള സാർ. അന്ന് ജോസഫ് സാറ്, തിരുവട്ടാർ ബാലംപിള്ള സാർ, അന്ന് ജോസഫ് സാർ IG ആണ്. IG അദ്ദേഹം അന്ന് മേധാവിയായി വരുന്ന സമയമാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ചാൽ പോലീസിന് ഒരു ട്രൂപ്പ് ഉണ്ടാക്കി, വില്ലടിച്ചാമ്പാട്ട്. സൂപ്പർ. അന്ന് എൻ്റെ അച്ഛൻ അതിനകത്തുണ്ട്, തോപ്പിൽ രാമേന്ദ്രൻ നായർ എൻ്റെ അച്ഛനാണ്, പദ്യം അതിനകത്തുണ്ട്. അപ്പോൾ ഇത് കാണുക, ഞാനും പോകും. അപ്പോൾ നമ്മളെയൊക്കെ ആ കൂട്ടത്തിൽ പിടിച്ചിരുത്തും, കൂടെ പാടാൻ. എല്ലാം പോലീസുകാരോട് മറ്റേ ഇതെല്ലാം കെട്ടി കലാകാരന്മാർ അവര് വില്ലായിട്ട് വില്ലായിട്ട് ഏതെങ്കിലും പ്രതിയാണോ പിടിച്ച് വില്ലൊക്കെ ശരിക്കും സീരിയസ് ആയിട്ട് തന്നെയാണ് ആ പ്രോഗ്രാം നടന്നത്. എന്നെ അച്ഛൻ ഒരുപാട് ഉണ്ടെങ്കിലും എന്നെ ഏറ്റവും അച്ഛൻ അവരുടെ കഥയിൽ ആകർഷിച്ചിട്ടുള്ള വേലിത്തമ്പി ദളവയാണ്. കാരണം ഈ വില്ലുപാട്ട് തുടങ്ങുന്നതിന് മുമ്പ് വിൽ പ്ലേ ഒക്കെ കഴിഞ്ഞിട്ട് വില്ലിനെ സ്തുതിച്ചുകൊണ്ടൊരു പാട്ടുണ്ട്. ആ യമുനാ തടങ്ങളിൽ ആടുമേച്ചു നടന്നതും 1000 പെണ്ണുങ്ങൾക്കുള്ളിൽ ആശ കേറ്റി നടന്ന കണ്ണാ വില്ലു തട്ടി പാട്ടുപാടാം ഞങ്ങൾ കണ്ണാ ഗോവർദ്ധനമെടുത്തോരു കുടയാക്കി പിടിച്ചതും ഗോപപാല ഗുരുവായൂർ വാഴുമോനെ ഉണ്ണി കണ്ണാ വില്ലു തട്ടി പാട്ടുപാടാം ഞങ്ങൾ കണ്ണ. ചരിത്രത്തിന്റെ വെൺപിത്തിമേൽ കാലം ചെല്ലുന്തോറും ശോഭാഭിമാനമായി വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നശ്വര കീർത്തിമാന്മാരിൽ അഗ്രഗണ്യനായ ശ്രീ ധീര വേലിത്തമ്പി ദളവയുടെ ധീര ജീവിതത്തിലേക്ക് ഈ വില്ലിന്റെ ഞാണിൽ കൂടി ഒരു ചെറിയ 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 തീർത്ഥാടനം നടത്തുക. ശ്രീമത്വം പ്രൗഢി കൊണ്ടും ശ്രീതജന ബഹുസന്തുഷ്ടി കൊണ്ടും മഹത്താദി കൊണ്ടും വാളുകൊണ്ടും വില്ലുകൊണ്ടും ചുടുനിലം ഇവിടെ ധാരധോരാതെ വീഴ്ത്തി. വിൽപ്പാട്ടിനുള്ള ഒരു ഇതെന്ന് വെച്ചാല് വിൽപ്പാട്ട് തുടക്കം മുതൽ അവസാനം വരെ ഒരു എനർജിയാണ് അല്ലേ, ഒരു എനർജിയാണ്, ഫാസ്റ്റാണ്. ഇപ്പൊ നമ്മളൊരു വിഷമം വരുമ്പോ ഈ കരഞ്ഞ് അങ്ങനെയൊന്നും അഭിനയിക്കില്ല, അപ്പോഴും ഫാസ്റ്റ് ആയിരിക്കും. മണ്ണടി ക്ഷേത്രത്തില് പിന്നെ വേലിത്തമ്പി അന്തിയുറങ്ങാണ്. അപ്പോൾ ഇംഗ്ലീഷ് പട്ടാളം വന്ന് ആ മണ്ണടി ക്ഷേത്രം പൊളിക്കുകയാണ്, തമ്പിയെ പിടിക്കും. അപ്പോൾ അദ്ദേഹം അനിയനോട് കൊല്ലാൻ പറയുന്നത് ഒക്കെ ഫാസ്റ്റാണ്. അനുജ പത്മനാഭ അവരിങ്ങെത്തി വിധിയുടെ വിളിയാണ് കൊടുങ്കാളിയുടെ കഹളം അമ്മേ ചാമുണ്ടി ഞാനിതാ വരുന്നു വിടാ നായ്ക്കളെ നിങ്ങൾക്ക് എന്റെ തല വേണം. എന്റെ തല കൊണ്ട് ചെല്ലുന്നവൻ 50,000 രൂപയും 2 കൈക്കും വീരച്ചങ്ങളെ എനിക്ക് കഴുകു നാട്ടിയിരിക്കുന്നു. വരടാ വരിൻ പട്ടികളെ, നീയൊക്കെ കഴിവരുന്നത് എന്റെ ശവമായിരിക്കും വെട്ടുതമ്പി. അയ്യോ അണ്ണാ ഞാനും ആ കഴിച്ചു എന്താ മനം പതറുന്നു തറവാടിന്റെ മാനം കപ്പൻ കാരണമേൽപ്പിച്ച കൊൾവാൾ ഊർന്നിന്റെ വാൾ നോക്ക് വാൾത്തലയുടെ മൂർച്ച വെട്ടന്റെ കഴുത്ത് ഒറ്റ വെട്ടിന് വീണവന്റെ കുഴൽ കരയാതെ കുളത്തിന്റെ കേടുവിയെ കിടത്താതെ തലക്കുളത്തെ തലയെ നിറച്ച് കൈ പതറാതെ ഈ അണ്ണന്റെ കഴുത്ത് കാച്ചി കൊടുങ്കാളിക്ക് കുരുതി കൊടുത്ത നിന്റെ അണ്ണന്റെ അവസാന കൽപ്പനയാണിത്. തമ്പി ആജ്ഞാ നിഷേധം അറിഞ്ഞിട്ടില്ല, നീ അതിന് ഇടവരുത്താതെ വിട്ടു തമ്പി. ശ്രീകാന്ത് ഇത് മാത്രമല്ല ഇനി ഒരുപാട് ടാലൻസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ശ്രീയുടെ ടാലന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ നമ്മൾ മാറ്റിവരച്ചിട്ടുള്ള ഒരുപാട് വേദികളുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഞാനും ശ്രീയൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ സാറ് പറഞ്ഞാണ് 10Jയിലെ ടേബിളും ഉണ്ട്, 5Jയിലെ ഡെസ്ക് ഉണ്ട്, പിന്നെ ഹെഡ് മാസ്റ്ററിന്റെ അവിടുത്തെ ഒരു കസേരയുണ്ട്. ഇതാണ് നമ്മുടെ 3 ഇൻസ്ട്രുമെന്റ്സ്. അത് വെച്ച് നമ്മൾ ഫസ്റ്റ് മേടിച്ചാണ്. അല്ല നമ്മളെ മോഡൽ സ്കൂളിൽ നിന്ന് രക്ഷപ്പെട്ടു പോയവൻ പിന്നെ രക്ഷപ്പെട്ടിരിക്കും അല്ലേ? ഒരാൾ പോലും മോഡൽ സ്കൂളിൽ നിന്ന് പോയി ഏത് രീതിയിൽ വേണമെങ്കിലും ജീവിക്കാൻ തയ്യാറാവും. നമ്മൾ എവിടെ പോയാലും കേരളത്തിന്റെ ഏത് കൊണ്ട് മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാം നമ്മുടെ മോഡൽ സ്കൂളിൽ ഒരുത്തരുണ്ടാവും. എനിക്കൊരു മിമിക്രി കാണട്ടെ. തീർച്ചയായിട്ടും. മിമിക്രിയും ഇപ്പോൾ ഒന്നും നമ്മൾ പ്രാക്ടീസ് ഒന്നും ഇല്ല എങ്കിൽ പോലും പണ്ട് ഒരുപാട് ഐറ്റങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. ഒന്ന് ഈ അച്ഛന്മാരുടെ ഫുട്ബോൾ കളി, അത് അച്ഛൻ തന്നെ കമൻട്രി പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇപ്പം അതൊന്നും ഓർമ്മയില്ല എനിക്ക്. കുറേ ശബ്ദങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ. പണ്ട് ഒരു പാട്ടുണ്ട്,
വണ്ടി വണ്ടി നിന്നെ പോലെ വയറിലെനിക്കും തീയാണ്, തെണ്ടി നടന്നാൽ രണ്ടു പേർക്കും കയ്യിൽ വരുന്നത് കാശാണ്, കാശാണ്. വണ്ടി പുകവണ്ടി പുകവണ്ടി പുകവണ്ടി. ഈ പാട്ട് ഇളയരാജ സാബിൻ്റെ പഴയ സ്റ്റൈലിൽ ട്യൂൺ ചെയ്ത് അവതരിപ്പിച്ചിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും? ഹേ വണ്ടി വണ്ടി നിന്നെ പോലെ വയറിലെനിക്കിന്ത് തീയാണ്, തീയാണ്. വണ്ടി വണ്ടി നിന്നെ പോലെ വയറിലെനിക്കിന്ത് തീയാണ്, തെണ്ടി തെണ്ടി നടന്നാലെന്ത് കയ്യിൽ വരുന്നത് കാശാണ്. അട്ടി വണ്ടി വണ്ടി നിന്നെ പോലെ വയറിലെനിക്കിന്ത് തീയാണ്, അട്ടി രണ്ടി തെണ്ടി നടന്നാലെന്ത് കയ്യിൽ വരുന്നത് കാശാണ്. ചങ്ക് ചക്ക് ചങ്ക് ഇത് ഈ പാട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എന്താ, ഈ പാട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഫ്രണ്ടില് പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു. അതെണ്ടി അതെണ്ടി മതി മതി നിർത്തിക്കോ, കമ്പെടുത്തവളെ ഡിഗ്രിക്ക് പോയപ്പോ അഡ്മിറ്റ് തന്നില്ല, അതുകൊണ്ട് തെണ്ടിന്ന് വിളിച്ചല്ലടാ പട്ടി. പാടി വന്നപ്പോ കറക്റ്റ് ആയിട്ട് ഹെഡ് മാസ്റ്റർ ഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. തെണ്ടി തെണ്ടി തെണ്ടി, അങ്ങനെയല്ല, അഡ്മിഷന് തെണ്ടി. അല്ല, എക്സ്പ്രഷൻ മാറിപ്പോയി. മറ്റേത് കുട്ടികളൊക്കെ ഭയങ്കര കൈയടി അടിച്ചപ്പോ ശ്രീകാന്ത് തെണ്ടി തെണ്ടി തെണ്ടി. ഇത് വേറെ ട്യൂണുണ്ടോ ഇങ്ങനെ ഒരു? പിന്നെ ഉള്ളത് ശബ്ദം എനിക്ക് ജയനൊക്കെ കാണിക്കുന്നു. ജയൻ ചെയ്തിരുന്നു, ജയൻ ജോസ് പ്രകാശാറൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പൊ നമുക്കതിനൊരു പ്രാക്ടീസ് ഇല്ല. അപ്പൊ അത് കൊച്ചു പിള്ളേർ വരെ കയറി അടിപൊളിയായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് ഞെട്ടിച്ചിരിക്കുകയാണ്. ഇനി ശ്രീയുടെ ഒരു പാട്ട് കേൾക്കണം ഞങ്ങൾക്ക്. ശ്രീകാന്ത് ഏത് പാട്ടാണ് പാടാൻ വന്നത്? ഞാൻ പഴയ LPR വർമ്മ സാറിൻ്റെ, ഇപ്പം നാടകത്തിനെ കുറിച്ചൊക്കെ ഞാൻ കുറേ പറഞ്ഞല്ലോ. അപ്പം LPR വർമ്മ സാറിൻ്റെ ഒരു നാടകഗാനമുണ്ട്, പഴയൊരു നാടകമാണ്, പറന്ന് 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 ചെല്ലാൻ പറ്റാത്ത കാടുകൾ. അത് വലിയ സംഗീതജ്ഞന്മാരിൽ ഒരാളാണ് തൃക്കൊടിദാനം സച്ചിദാനന്ദൻ. അദ്ദേഹം ഇന്നില്ല, തൃക്കൊടി നമ്മുടെ സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പാരിജാതത്തിലൊക്കെ മെയിൻ വേഷം ചെയ്ത സ്വാമി. തൃക്കൊടിയും ഞാനും കൂടെ ഒരു സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ പാട്ട് അദ്ദേഹം ഇതിന് ഒരു ക്ലാസിക്കൽ വെർഷൻ കൊടുത്തിട്ട് പാടി. അപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടി ആ പഴയ പാട്ട്. നമുക്കൊന്ന് അതിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വളരെ തെളിയാത്ത ഒരു ഫോട്ടോസ്റ്റാറ്റ് അത് പാടട്ടെ. അത് എൻ്റെ ഒരു ആഗ്രഹം. തെറ്റാണെങ്കിൽ ക്ഷമിക്കൂ, സഹിക്കൂ, അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. അവസാനത്തത് കൂടെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഓക്കെ. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. കിലുക്കിലുങ്ങനെ രാക്കിളികൾ വളക്കിലുക്കിയ കാലം, കിലുക്കിലുങ്ങനെ രാക്കിളികൾ വളക്കിലുക്കിയ കാലം, കിലുക്കിലുങ്ങനെ രാക്കിളികൾ വളക്കിലുക്കിയ കാലം. കൊലുകൊലുങ്ങനെ കാട്ടുപൂക്കൾ, കൊലുകൊലുങ്ങനെ കാട്ടുപൂക്കൾ, കൊലുകൊലുങ്ങനെ കാട്ടുപൂക്കൾ ചിരിയൊതുക്കിയ കാലം. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. നിങ്ങൾക്ക് വളർത്താം. ജാലകങ്ങൾ നീ തുറന്നു ഞാനതിൻ്റെ കീഴിൽ നിന്നു, ജാലകങ്ങൾ നീ തുറന്നു ഞാനതിൻ്റെ കീഴിൽ നിന്നു, ജാലകങ്ങൾ നീ തുറന്നു ഞാനതിൻ്റെ കീഴിൽ നിന്നു. പാട്ടുപാടി നീ എനിക്കൊരു പാട്ടുപാടി നീ എനിക്കൊരു പാട്ടുപാടി നീ എനിക്കൊരു കൂട്ടുകാരിയായി
കൂട്ടുകാരിയായി പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ ആ ഇത്തരത്തിലുള്ള പാട്ടിൽ പാടുമ്പോൾ ഈ എന്താ പറയുന്ന ഒരു മൂക്കൊക്കെ അടഞ്ഞ വോയിസിൽ പാടുന്ന ആ ഒരു അത് മിമിക് ചെയ്ത് കറക്റ്റായിട്ട് ശ്രീ പാടാം. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പാടാൻ പറ്റിയ പാട്ടല്ല തരം. പക്ഷെ അസലായിട്ട് പാടിയ ഇത് അദ്ദേഹം എത്രയോ സ്റ്റേജുകളിൽ തൃക്കൊടി എത്രയോ സ്റ്റേജുകളിൽ പാടി സൂപ്പർ ഹിറ്റാക്കി അദ്ദേഹത്തിന് ഒരുപാട് ആരാധകർ. ഞാൻ അദ്ദേഹമായിട്ട് ഒരു വീട്ടിൽ പോകുമ്പോൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടമ്മയും മകളും വന്ന് അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് തൊടി ഈ ഒരു പാട്ട് അദ്ദേഹം അത്ര ഹിറ്റായിട്ട് പാടി. കാണാനും ഐശ്വര്യം. ഞാൻ അദ്ദേഹത്തിനോട് ഒരു ആൽബം അഭിനയിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് വേണ്ടി ഞാൻ കോമരമായിട്ടും അദ്ദേഹം പാടുന്നു, ഞാൻ കോമരമായിട്ടുള്ള ഒരു ആൽബം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം. അദ്ദേഹമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീ യു ആർ ഹാവിങ് എ സ്പേസ് ഇൻ ദ വേൾഡ് ഓഫ് മ്യൂസിക്. അത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്, നമുക്കാരും തരത്തില്ല, നമ്മൾ തിരഞ്ഞെടുക്കണം. എൻ്റെ ഹൃദയത്തിൻ്റെ മൊത്തം ആശംസകൾ ശ്രീക്ക്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് മറ്റൊരു ആർട്ടിസ്റ്റ് ഇത്ര പെർഫോം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഫുൾ മനസ്സിലാവുന്നു എന്നുള്ളതാണ്. ഒരു കലാകാരന് മാത്രമേ അറിയുള്ളൂ. ഒരു വണ്ടിയെ തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയുന്ന പോലെ പെട്രോൾ അടിക്കുന്ന വണ്ടി മറ്റത് ഫുൾ അടിച്ച് പോകുമ്പോഴത്തേക്ക് ഇവൻ 2 ലിറ്റർ പെട്രോൾ അടിച്ച് ഇങ്ങനെ ഒന്ന് വായി നോക്കിക്കൊണ്ടിരിക്കും ഓണർ. ബട്ട് സെയിം തിങ് ഒരു കലാകാരൻ, യു ആർ എ ഫുൾ ടാങ്ക് പെട്രോൾ ആർട്ടിസ്റ്റ്. ഫുൾ ടാങ്ക് ഫുൾ ടാങ്ക്. ഞാൻ വണ്ടിയുമായിട്ട് ഉപമിക്കാൻ കാരണം ഇറ്റ്സ് എ ഫുൾ ടാങ്ക്. അത് കംപ്ലീറ്റ്. നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഇനി ഒരുപാട് ടാപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ കലാലോകത്തിന് നിങ്ങളുടെ സർവീസ് ഒരുപാട് ആവശ്യമാണ്. നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ട്, അങ്ങനെ ഒരു കാലമുണ്ട്, ഉറപ്പായിട്ടുമുണ്ട്. ഈ ഒരു ചെറിയൊരു സങ്കടം എവിടെയോ നിഴലിച്ച പോലെ തോന്നി. ആ സങ്കടം മാറുന്ന രീതിയിൽ അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ അത്രയേറെ നിങ്ങൾ ആത്മതൃപ്തിയോടെ നിൽക്കുന്ന ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഈശ്വരൻ ഉണ്ടാക്കട്ടെ. അത്ര നിറഞ്ഞൊരു കലാകാരനാണ്. വളരെ സന്തോഷത്തോടെ, വളരെ സ്നേഹത്തോടെ ഞങ്ങൾ താങ്ക്സ്. ഒരുപാട് നന്ദി. പുലർകാലത്തിൽ വന്ന് പുലർകാലത്തിനെ ഇത്ര ധന്യമാക്കി, ഇത്രയും നല്ല രീതിയിൽ നിറവോടാക്കിയ ശ്രീ. സൂപ്പർ. വി വിൽ റിമെമ്പർ യു ഫോർ എവർ ഇൻ ജീവൻസ് പുലർക്കാലം. തീർച്ചയായിട്ടും എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച ജീവൻ ടിവിൻ്റെ എല്ലാ ക്രൂസിനെയും, ഈ പ്രോഗ്രാമിൻ്റെ പുലർക്കാലത്തിൻ്റെ എല്ലാ ക്രൂസിനെയും നിങ്ങളെയും ഒക്കെ ഞാൻ ഈ സമയത്ത് വളരെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി. നമസ്കാരം. നമസ്കാരം. ഇന്ന് വന്ന സെൽഫികളിൽ നിന്നും നമുക്ക് വിന്നർ ആരാണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക. ഇന്നത്തെ വിന്നർ. ഒപ്പം പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റു പ്രേക്ഷകർക്കും ഇന്ന് സെൽഫി അയക്കാവുന്നതാണ്. അയക്കേണ്ട രീതിയും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. വിലാസം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സെൽഫി അയക്കാം. ഒപ്പം ഈ പരിപാടിയുടെ പൂർണ്ണമായ നിങ്ങളുടെ സഹകരണം, അതിനോടൊപ്പമുള്ള നിങ്ങളുടെ മാർഗനിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. മാത്രമല്ല ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മുടെ ഗസ്റ്റ് ശ്രീകാന്ത് ഒരു കേരളത്തിലെ ഒരു ചരിത്ര പുരുഷനെയാണ് വിൽപ്പാട്ടിലൂടെ അവതരിപ്പിച്ചത്. ആരെയാണ് അദ്ദേഹം ഈ വിൽപ്പാട്ട് എന്ന കഥയിലൂടെ അവതരിപ്പിച്ചത്? ആ വ്യക്തിയുടെ പേരെന്താണ്? ഞങ്ങളെ എഴുതി അറിയിക്കുക. അപ്പോൾ എല്ലാം അയക്കേണ്ട വിലാസം ഞങ്ങളുടെ സ്ക്രീനിലുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും സെൽഫി കാലമാണത്. നിങ്ങളുടെ സെൽഫിക്ക് എല്ലാ ദിവസവും ഒരു സമ്മാനമുണ്ട്, എല്ലാ ആഴ്ചയിലുമുണ്ട്. 4 ആഴ്ചയിൽ ചേരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അയക്കുന്ന കത്തുകളും ഒപ്പം ഈ ക്വസ്റ്റ്യൻ ആൻസർ അയക്കുന്ന എല്ലാവർക്കും സെൽഫി എല്ലാത്തിനും കൂടി ചേർന്ന ഒരു ബമ്പർ പ്രൈസ്. എന്താണ് പ്രൈസ്? ആ പ്രൈസ് മറ്റൊന്നുമല്ല, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റേ വിത്ത് സോമതീരം ആയുർവേദിക് ബീച്ച് റിസോർട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആൻസേഴ്സ്, സെൽഫി ഒക്കെ ഞങ്ങളെ അറിയിക്കണം. ഈ അഡ്രസ്സിലൂടെ അറിയിക്കുക. അപ്പോൾ പുലർക്കാലം വളരെ സന്തോഷമായിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ ചെലവഴിച്ചു. വളരെ നിറഞ്ഞ ഒരു കലാകാരൻ നിങ്ങളോടൊപ്പം ഞങ്ങളെ പരിചയപ്പെടുത്തി സംസാരിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക്. തുടക്കമുള്ളതുപോലെ തന്നെ ചിരിച്ച് വളരെയധികം ലാഫ്റ്റർ ഈസ് എ ഗുഡ് മെഡിസിൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ത്രൂ ഔട്ട് ദർ വാസ് എ മെഡിസിനൽ ലാഫ്റ്റർ ഫ്രം ശ്രീ.
ഒരിക്കലും മറക്കാൻ പറ്റില്ല. പ്രേക്ഷകരും വളരെയധികം സന്തോഷിച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളത്തെ പുലർക്കാലം 7:30 മണിക്ക് നിങ്ങളുടെ ജീവനിൽ കാണാൻ മറക്കരുത്. നമസ്കാരം.